ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് എംഐയുടെ A3 ഡിവൈസാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ എംഐയുടെ A1 ആയിരുന്നു. ഇതിനകത്ത് നല്ല ഫോട്ടോ ക്ലാരിറ്റി ഒക്കെ ആയിരുന്നു, നല്ലൊരു ഡിവൈസ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയൊക്കെ പോയി ഇപ്പോൾ കുറച്ച് നാളായി. അതിനുശേഷം ഞാനിപ്പോൾ ഒരു പുതിയ ഫോൺ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എംഐയുടെ A3 ഡിവൈസ് ലോഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഞാൻ ഇതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടു നോക്കി. 48 മെഗാ പിക്സലാണ് ഇതിൻ്റെ റിയർ ക്യാമറ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ കൂടിയുണ്ട്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് ക്യാമറ. അപ്പോൾ ഇതൊക്കെ കൂടി ട്രിപ്പിൾ ക്യാമറയാണ് എംഐ സെറ്റാക്കിയിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് 4 GB റാമുള്ള ഫോണാണ്. 4 GB റാം, 64 GB മെമ്മറിയാണ് ഇതിൻ്റെ. അപ്പോൾ ഈ പ്രൈസിൽ ഇതിന് 13,000 രൂപ പ്രൈസ് റേറ്റിൽ ഇത്രയും ഫെസിലിറ്റീസ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നിങ്ങളെ പോലെ തന്നെ ഞാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നമുക്കപ്പോൾ കുത്തിപ്പൊളിച്ച് നോക്കിയേക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് എംഐ A3 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ 4 GB റാം, 64 GB റോം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ 2 ടൈപ്പ് ഫോൺ വരുന്നുണ്ട്. ഒന്ന് 6 GB റാമിൻ്റെ വരുന്നുണ്ട്, ഒന്ന് 4 GB. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് 4 GB റാമാണ്. പിന്നെ അതുപോലെ തന്നെ താഴത്ത് എഴുതിയിട്ടുണ്ട് 48 മെഗാ പിക്സൽ AL ട്രിപ്പിൾ ക്യാമറ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മെയിനായിട്ട് എഴുതിയിട്ടുണ്ട്, ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് 48 മെഗാ പിക്സൽ ക്യാമറ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് സൈഡ് വ്യൂവിൽ എഴുതിയിട്ടുണ്ട് MI A3 ആൻഡ്രോയിഡ് 1. മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളെ പോലെ അല്ല ഇത്. മറ്റ് ഫോണുകളിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രോക്ക് ആൻഡ്രോയിഡാണ്. ഇതിനകത്ത് പ്യുവറായിട്ടുള്ള ആൻഡ്രോയിഡ് വെർഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എംഐയുടെ തന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ പ്യുവർ ആൻഡ്രോയിഡ് ഫോണാണിത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് ബോക്സിലായിട്ട് ഇതിൻ്റെ MRP എഴുതിയിരിക്കുന്നത് കാണാം. ഏകദേശം 15,000 രൂപയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. എന്നാൽ ആമസോണിൽ ഇതിന് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13,000 രൂപയാണ്. പിന്നെ MI A3 കൈൻഡ് ഓഫ് എ ഗ്രേ. അതുപോലെ തന്നെ ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് കൈൻഡ് ഓഫ് എ ഗ്രേ എന്ന് പറയുന്ന കളറാണ്. അതുകൂടാതെ കൈൻഡ് ഓഫ് ബ്ലൂ, കൈൻഡ് ഓഫ് വൈറ്റ് എന്നീ 2 കളറിൽ കൂടി അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് കണ്ടെയ്ൻസായിട്ട് എന്തൊക്കെ ഐറ്റംസ് ഇതിനകത്ത് കണ്ടെയ്ൻസ് ആയിട്ടുണ്ട്: മൊബൈൽ ഫോൺ, അഡാപ്റ്റർ, USB-C ടൈപ്പ് കേബിളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സിം എജക്ടർ ടൂൾ, യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ്, സോഫ്റ്റ് കേസ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. എംഐയുടെ മറ്റ് ഫോണുകൾ പോലെ തന്നെ ഇതിലും ഇയർഫോൺ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ 48 AL ട്രിപ്പിൾ ക്യാമറ വിത്ത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്. അപ്പോൾ ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൂടി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഫാസ്റ്റ് ഇൻ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. അപ്പോൾ ഇതിനകത്ത് മറ്റ് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ സ്ക്രീനിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഉള്ളത്. പിന്നെ അമോൾഡ് ഡിസ്പ്ലേ വിത്ത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5. അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേയുടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 32 മെഗാ പിക്സൽ AL സെൽഫി ക്യാമറ, 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. അപ്പോൾ നിങ്ങൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്കിതങ്ങ് ഓപ്പൺ ചെയ്തേക്കാം. ഇതിനകത്ത് ഫോണാണ്. പിന്നെ കുറച്ച് യൂസർ ഗൈഡൻസ് ഉണ്ട്. സൈഡിലേക്ക് വെക്കും. ഇത് ഫോണിൻ്റെ കേസാണ്. ഫോണിൻ്റെ കൂട്ടത്തിൽ ഇവർ തരുന്നൊരു കവറാണ്. ഒരു അഡാപ്റ്ററുണ്ട്. പിന്നെ കേബിളാണ്, C ടൈപ്പ് കേബിളാണ്. പൊതുവെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ്. അപ്പോൾ ഈ ഫോൺ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരു കവർ കോട്ടിങ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പൊളിച്ചെടുക്കാം.
പൊളിച്ചെടുക്കാം. ഇങ്ങനത്തെ ഒരു കവറാണ് ഇത് സൈഡിലേക്ക് ഇനി ഇത് ഓണാക്കാം. ഓക്കെ, ആൻഡ്രോയിഡ് 1 തന്നെ ഫസ്റ്റിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ എമ്മയുടെ ബ്രാൻഡിങ്ങിൻ്റെ എംബ്ലം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് പേഴ്സണൽ സെറ്റിംഗ് ആണ്, അത് കറക്റ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ സ്ക്രീനിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് 32 മെഗാ പിക്സലിൻ്റെ ഒരു AL ക്യാമറയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിസൈനാണ്. കൈൻഡ് ഓഫ് ഗ്രേ ആണ് എൻ്റെ കളറ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് മറ്റ് മെറ്റൽസ് ഒന്നുമല്ല, ഗൊറില്ല ഗ്ലാസ് 5 തന്നെയാണ് ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ക്രീനിനകത്ത് എഴുതിയിരിക്കുന്ന എന്താണ് പറയുക, സ്ക്രീനിലൊരു സ്ക്രാച്ചസ് അധികം ഉണ്ടാവത്തില്ല. ഇങ്ങനെയുള്ള ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആവത്തില്ല. പിന്നെ അതുപോലെ തന്നെ ക്യാമറയുടെ മുകളിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗൊറില്ല ഗ്ലാസ് 5 തന്നെയാണ്. അതുകൊണ്ട് താഴത്ത് വീണ് പെട്ടെന്ന് തന്നെ ക്യാമറ കംപ്ലൈൻ്റ് ആകുക എന്നുള്ളൊരു പേടി വേണ്ട. അപ്പോൾ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോളിയം ബട്ടണും റൈറ്റ് സൈഡിൽ തന്നെയാണ്. എമ്മയുടെ എല്ലാ ഫോണുകളിലും തന്നെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓക്കെയാണ്. അതുപോലെ ഫോണിൻ്റെ മുകൾ വശത്തായിട്ടാണ് ഇത്തവണ ഓഡിയോ ജാക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിനകത്ത് റിമോട്ട്സ് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സെൻസർ കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ കൊണ്ട് റിമോട്ട് അതുപോലെ TV ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ സ്പീക്കർ കൂടി കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട്. പിന്നെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ഫ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഹൈബ്രിഡ് ടൈപ്പാണ്. നമുക്ക് എജക്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒന്നെങ്കിൽ ഒരേ സമയം 2 സിമ്മ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്മ് അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഒരേ സമയം നിങ്ങൾക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു പക്ഷേ 64 GB മെമ്മറി ഉള്ളതുകൊണ്ട് തന്നെ അതൊരു വലിയ പോരായ്മയായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് C ടൈപ്പ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മ്യൂസിക്സ് എല്ലാം നല്ല സൂപ്പറായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ സ്ക്രീൻ ഓപ്പൺ ആണ്. ഇപ്പോൾ ഞാൻ ലോക്കൊന്നും വിട്ടിട്ടില്ല. ഫസ്റ്റിൽ നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെക്യൂരിറ്റി ആൻഡ് ലൊക്കേഷൻ, ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുക്കണം. ഓക്കെ, ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്യാനാണ്. ഇത് സ്ക്രീനിൽ തന്നെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ എൻ്റെ ഏറ്റവും യൂസ് ആയിട്ടുള്ള റൈറ്റ് ഹാൻഡിൻ്റെ മെയിൻ ഫിംഗർ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ ഇവർ ചെക്ക് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഇത് കുറച്ച് പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു, മൊത്തം ഫിംഗറിൻ്റെ ഒരു ഇത് കിട്ടാനായിട്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്പീഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ലൈറ്റൊക്കെ കൈ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഓക്കെ, ഇതിൻ്റെ സ്പീഡ് ഓക്കെയാണ്. വളരെ ചെറുതായിട്ട് സ്ലോ ആണ്, എന്നാലും നമുക്ക് കുഴപ്പമില്ല, പിടിക്കുന്നുണ്ട് ഇത്. ഓക്കെയാണ്. വർക്കിംഗ് കണ്ടീഷനാണ്. ഓക്കെയാണ്. നമുക്ക് സൈഡിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റൊക്കെ വളരെ ഫാസ്റ്റാണെന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും പിടിക്കുന്നുണ്ട്. ക്വാളിറ്റി നല്ല ഫിംഗർ പ്രിൻ്റ് ഒക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഫേസ് ഡിറ്റക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫേസ് ഡിറ്റക്ഷൻ കൊടുക്കാം.
ഫേസ് അൺലോക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേസിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ആഡഡ് സക്സസ്ഫുള്ളി കൺഫേം. അപ്പോൾ ഓക്കെ, നമുക്ക് ഫേസിൻ്റെ എങ്ങനെയാണ്, ഫേസിൻ്റെ സെൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫോൺ ഓഫ് ചെയ്തിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ഓക്കെയാണ്, സംഭവം അൺലോക്കിംഗ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഫേസ് ഡിറ്റക്ടർ ചെയ്തിട്ടും ഇത് ഓൾറെഡി അൺലോക്കായിട്ട് കിടക്കുവാണ്. ഫേസ് ഓൾറെഡി അൺലോക്കായി കിടക്കുകയാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ അൺലോക്ക് ആവുകയാണ്. ഫോണിൻ്റെ എന്താ പറയുക, ഫേസ് ലോക്ക് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ എന്താണ് അതിൻ്റെ സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് നോക്കി, പക്ഷേ അത് വർക്കിംഗ് അല്ല. വെറുതെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ ഫേസ് കാണിക്കാതെ തന്നെ വെറുതെ സ്വിപ്പ് ചെയ്യുമ്പോൾ ഓൺ ആവുകയാണ്. എന്താണ് ഇതിൻ്റെ സെറ്റിങ്സ്, എന്താണ് ഫോണിൻ്റെ പ്രശ്നമാണെന്ന് അറിയാൻ പാടില്ല. എന്താണെങ്കിലും ഞാനിപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തൊന്ന് നോക്കുവാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ റെഡിയാണെങ്കിൽ നോക്കാം. ഓൾ ഫീച്ചേഴ്സ് വിത്ത് ഡേറ്റ ഇപ്പോൾ ഓക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് കാണിച്ച് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ്ലി പാറ്റേൺ ഇവർ ചോദിക്കുകയാണ്. ഓക്കെ, പാറ്റേൺ അടിച്ചു. ഇനി അതിന് ശേഷം ഡിവൈസ് ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ല, ഫേസ് അൺലോക്കിങ് വർക്ക് ചെയ്യുന്നില്ല. വെറുതെ ഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓപ്പണായി വരികയാണ്. നമ്മൾ ഒരു ഓപ്ഷൻ വരുന്നില്ല. സാധാരണ ഫേസ് അൺലോക്കിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ സ്ക്രീൻ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്ത് സംഭവം ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. ഇതിപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല, സംഭവത്തിന് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ക്യാമറാസൊക്കെ എന്താ പറയുക, ക്യാമറയൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത്രയും നമ്മൾ സെക്യൂറായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ലോക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അത് വളരെ ഒരു ഇതായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ ഉള്ള പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്താണേലും അപ്പോൾ ഞാനിതിനകത്ത് ലോക്കിൻ്റെ മെയിനായിട്ട് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാറ്റേൺ ആണ്. ഓക്കെ, പാറ്റേൺ ഇട്ടിരിക്കുകയാണ്, ആക്ടിവേറ്റഡ് ആണ് പാറ്റേൺ. പക്ഷേ ഇത് ഓണാക്കി ഓപ്പൺ ആകുമ്പോൾ ഒരു പാറ്റേൺ പോലും യൂസ് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അൺലോക്കാണ്. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് എനിക്കറിയാൻ പാടില്ല. സോഫ്റ്റ്വെയറിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എന്താണ് പറയുക, ഒരു മോശമായിട്ടുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഒരു ഫോണിൻ്റെ സെക്യൂരിറ്റിയാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അത് തന്നെ വളരെ എന്താ പറയുക, ഒരു നല്ല രീതിയിൽ ഇവർ തന്നിരിക്കുന്നില്ല. ഇതിപ്പോൾ എന്താ പറയുക, ഫേസ് അൺലോക്ക് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതൊരു വ്യക്തി എൻ്റെ മൊബൈൽ വന്ന് ഓപ്പൺ ആക്കിയാൽ ഇത് ഓട്ടോമാറ്റിക്കലി അവന്മാർക്ക് എന്താണ് എൻ്റെ ഡേറ്റാസൊക്കെ എടുത്തുകൊണ്ട് പോകാനും അതുപോലെ തന്നെ എൻ്റെ പ്രൈവസിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് 1x, പിന്നെ 0.6x. 0.6x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വൈഡ് ആംഗിൾ ക്യാമറ. ഇത് വെച്ച് നമുക്ക് വൈഡ് ആംഗിൾ ടൈപ്പുള്ള ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. 1x ഇത് നോർമൽ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഓക്കെ, ഇത് 2x ഉണ്ട്. 2x ഇത്തിരി കൂടി സൂമായിട്ടുള്ള ഫോട്ടോസാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഷോർട്ട് വീഡിയോസ് അങ്ങനെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. പിന്നെ വീഡിയോ, ഫോട്ടോ, നോർമൽ ഫോട്ടോ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നോർമലി ഫോട്ടോ, പിന്നെ പ്രോറിയേറ്റ് ടൈപ്പ് ഫോട്ടോസ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട്. പിന്നെ നൈറ്റ് മോഡ് കൂടിയുണ്ട്, രാത്രിയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ പനോരമ ഷോട്ട്സ്. പ്രോ മോഡിൽ മുകളിലായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 48 മെഗാ പിക്സൽ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാം ഫ്രീ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫിൽറ്ററൊക്കെ ഉണ്ട്, ഫിൽറ്റർ കളറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ ഫ്ലാഷ് ഓൺ ഓഫ് സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇതിനകത്തുള്ള ക്യാമറ ഫ്രെയിം സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അൾട്രാ HD 4K വീഡിയോസും ഇതിനകത്ത് ഷൂട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫുൾ HD 1800p ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പല 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ ക്വാളിറ്റി, വീഡിയോ റെക്കോർഡർ ഹൈ കേപ്പബിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ HFR. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻ ഉണ്ട്. വോളിയം ഫങ്ഷൻ ബട്ടൺ, ഷട്ടർ, സൂം, വോളിയം,
ഓക്കെ, വോളിയം ഫങ്ഷൻ ബട്ടണിനകത്ത് നമുക്ക് വേണമെങ്കിൽ സൂം ഓപ്ഷൻസ് കൊടുക്കാം, അതുപോലെ തന്നെ വോളിയം കൊടുക്കാം, ഷട്ടർ അങ്ങനെ ചേഞ്ച് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓട്ടോ എക്സ്പോസർ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബേസിക് നോർമലി സെറ്റിങ്സ് ഒക്കെയാണ്, വലിയ രീതിയിലുള്ള സെറ്റിങ്സ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ റിയർ ക്യാമറയിലെടുത്ത കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് എന്താ പറയുക, 64 GB ആണ്. അതിനകത്ത് 16 GB ഇതിൻ്റെ സിസ്റ്റം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഉണ്ടാകുന്നതാണ് നമ്മുടെ നോർമൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ സാർ വാല്യൂ ആണ് ഇന്ത്യ സാർ. ഓക്കെ, ഇതിൻ്റെ എന്താണ് എമ്മയുടെയൊക്കെ A1 ഫോണിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഫോൺ തന്നെയാണ്. ഇത് ശരീരത്തിന് വളരെ ദോഷം നൽകുന്ന റേഡിയേഷൻസ് ഒന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് എമ്മയുടെ മറ്റ് ഫോണുകളിൽ നിന്ന് ഇതിൻ്റെ സാർ വാല്യൂ വളരെ കുറവാണ്. വളരെ ബെറ്റർ ഒരു ഫോണാണ്. ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് എല്ലാം ഓക്കെയാണ്, പെർഫോമൻസ് എല്ലാം ഓക്കെ തന്നെയാണ് ഈ ഒരു റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ. ബട്ട് ഇതിനകത്തുള്ള മെയിൻ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഇവർ സെക്യൂരിറ്റിക്ക് ഇതിന് ഒരു ശകലം പോലും എന്താ പറയുക പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഫോണ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇത് ലോക്കാണ്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഷിപ്പ് ചെയ്തതാണ്, ഇത് അൺലോക്കായി. ഇപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാനിതിനകത്ത് ഓൾറെഡി പാറ്റേൺ ലോക്ക് ഇട്ടിട്ടുണ്ട്, അതുകൂടാതെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വെച്ചിട്ടുണ്ട്, അതുകൂടാതെ ഫേസ് ലോക്ക്, ഇതെല്ലാം ഓണാണ്. ഇതെല്ലാം ഓണായി വെക്കുന്ന സന്ദർഭത്തിൽ പോലും ഇത് വെറുതെ ആരെങ്കിലും വന്ന് ഒരു എന്താ പറയുക, എന്നെ അറിയാത്ത ഒരാൾ വന്ന് എൻ്റെ ഫോൺ വെറുതെ എന്താ പറയുക സിപ്പ് ചെയ്ത് ഓണാക്കി എൻ്റെ ഫോണിനകത്തുള്ള എന്താ പറയുക എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, MI ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഫോൺ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്തുള്ള ക്യാമറ ക്വാളിറ്റീസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനകത്ത് പ്രൈവസിയാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രൈവസി ഇല്ലാത്ത ഫോൺ യൂസ് ചെയ്യാനായിട്ട് ആരും താല്പര്യപ്പെടുന്നില്ല. ഒരുപക്ഷെ MI ഈ ഒരു ഫോൾട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അടുത്ത അപ്ഡേറ്റ്സിൽ അവർ ഈ പ്രോബ്ലം ശരിയാക്കുന്നതായിരിക്കാം. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കുന്നു. ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഓക്കെ തന്നെയാണ്, ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇതൊരു മെയിൻ ഒരു എന്താ പറയുക ഒരു ബാഡ് പോയിൻ്റ് ആയിപ്പോയി. അപ്പോൾ MIയുടെ ഈ ഫോണ് വാങ്ങുന്നവരെല്ലാം ഫസ്റ്റിൽ തന്നെ ചെക്ക് ചെയ്യുക ഇതിൻ്റെ ലോക്കൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. അതിന് ശേഷം ഇത് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.